Sorry. Variant exit type. എത്തിയോടാ? ലാസ്റ്റ് ക്ലാസ് ഞാൻ ഹോസ്പിറ്റലിൽ. ആരാ ഹോസ്പിറ്റലിൽ? എന്ത് പറ്റി? സർട്ടിഫിക്കറ്റ് ഉണ്ടോടാ? മറ്റേ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? കേൾക്കണില്ലല്ലോ. മറ്റേ സർട്ടിഫിക്കറ്റ് ഉണ്ടോന്ന്? ഉണ്ട്. ടെസ്റ്റ് ചെയ്തോ? കുഴപ്പമില്ല. അതിന് നിങ്ങൾ അഡ്വൈസർക്ക് അയച്ചു കൊടുത്തിട്ടില്ലേ? ഇത് അയച്ചു കൊടുത്ത്. അപ്പൊ എനിക്ക് അഡ്വൈസർ ആയിരിക്കും അതിന്റെ അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. എല്ലാരും എത്തിയാ? ഓക്കെ. എന്തായി? 40 മതി. വന്ന് കയറണം. ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ റേഷ്യോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ 1-2 ടോപ്പിക്സ് കൂടെ പറയാനുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ഡിസിഷൻസ് എടുക്കാം. ഫിനാൻഷ്യൽ ഡിസിഷനിലേക്ക് വരാം. 2 കാര്യങ്ങളാണെന്ന് പറയുന്നത്. ഞാൻ അവർക്ക് ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഫിനാൻഷ്യൽ ഡിസിഷൻ ജസ്റ്റ് ഞാൻ എന്താന്ന് പറയാം. അമ്മ ഓഡിബിൾ കേൾക്കുന്നില്ലേ പറയുന്നത്? ഓക്കെ. ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണം, അല്ലേ? ക്യാപിറ്റൽ വേണം. പിന്നെ അതിനുശേഷം നമുക്കിപ്പോൾ സാധനങ്ങൾ പ്രൊക്യൂർമെന്റ് ത്രൂ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പറ്റണം. മൂന്നാമത് നമ്മളത് നമ്മളെ കിട്ടിയ ഫണ്ടിനെ യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ അത് ആർക്കെങ്കിലുമൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതായത് അതിന്റെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇതാണല്ലോ നോർമൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിന് 4 നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈ ക്യാപിറ്റൽ വർക്ക്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തായാലും അതിനകത്ത് ക്യാപിറ്റൽ ഇൻകം വേണം. രണ്ടാമത് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം, സെല് ചെയ്യണം. മൂന്നാമത് അത് ഫണ്ടുകൾ മറ്റ് പല രീതികൾ യൂട്ടിലൈസ് ചെയ്യാം. യൂട്ടിലൈസിങ് ഫോർ പർപ്പസ് ഫോർ അറ്റൈനിങ് മോർ പ്രോഫിറ്റ്, അല്ലെങ്കിൽ എന്താ പറയാ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന പർപ്പസിന് വേണ്ടി നമ്മൾ ആ പൈസ അപ്പൊ നമുക്ക് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ലാസ്റ്റ് വൺ നമ്മൾ കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ
ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് ബാക്കിയുള്ളവരെ കൊടുക്കണം. ഈ 4 പാരാമീറ്റർ നമ്മൾ പറയുന്നത് ഫസ്റ്റ് വൺ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ നമ്മൾ പറയുന്നത് ഫണ്ട് റിക്വയർഡ് ഡിസിഷൻസ് ആണ്. ഫണ്ട് റിക്വയർഡ് ഡിസിഷൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഫിനാൻസിങ് ഡിസിഷൻ, അതായത് പ്രൊക്യൂർമെന്റ് ഫോർ ഫണ്ട് എന്നാണ് അതിനർത്ഥം, മീൻസ് അത് പറയപ്പെടുന്നത്. തേർഡ് വൺ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ദാറ്റ് മീൻസ് യൂട്ടിലൈസിങ് ദ ഫണ്ട്, നമുക്ക് വന്നേക്കുന്ന ഫണ്ട് എങ്ങനെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്സിലാണോ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്സിലാണോ കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് നമ്മളോട് ഇൻവെസ്റ്റ് ചെയ്യുക. ലാസ്റ്റ് വൺ ഡിവിഡൻഡ് ഡിസിഷൻ, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫണ്ട്, നമുക്ക് കിട്ടിയ ക്യാഷ് പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, എങ്ങനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ 4ആയിട്ടാണ് നമ്മളുടെ എൻ്റെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഫണ്ട് റിക്വയർഡ് ഡിസിഷൻ, സെക്കൻഡ് വൺ ഫിനാൻസ് ഡിസിഷൻ, തേർഡ് വൺ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫോർത്ത് വൺ ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ, ഇനി ഫണ്ട് റിക്വയർഡ് ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫണ്ടിനെ പറ്റി നമുക്കൊരു ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് വേണം. നമുക്ക് എത്രത്തോളം ക്യാഷ് വേണം, അത് നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, ഷോർട്ട് ടൈമിലാണോ, എവിടെ എത്ര ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ഫണ്ട് റിക്വയർ വേണം. അതായത് ചിലപ്പോൾ ഒരു രീതിയിലായിരിക്കും ഫണ്ട് വേണ്ടത്, മൾട്ടി പർപ്പസിന് നമുക്ക് ഫണ്ട് വേണ്ടി വരും. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടി നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, പിന്നെ കമ്പനിയുടെ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം, മിഷനറീസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. അത് നമുക്ക് ഡിസിഷൻ, നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളത് നമ്മൾ കിട്ടുന്ന ക്യാഷിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം ലോങ് ടൈം ഫിനാൻസിങ്ങും ഷോർട്ട് ടൈം ഫിനാൻസിംഗ് എന്ന് 2 പാരാമീറ്റർ വരുന്നുണ്ട്. ഈ ലോങ് ടൈം ഫിനാൻസിംഗ് എന്ന് പറയുമ്പോൾ നോർമലി നമുക്കൊരു 3 to 5 years, 3 to 3.5 years അല്ലെങ്കിൽ 3 to 5 years ഓഫ് ആയിരിക്കും ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് സമയം വരുന്നത്, മീൻസ് മെച്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ വരുന്നത്. ആ സമയത്ത് ലോങ് ടൈം ആകുമ്പോൾ ഒരു 5 മുതൽ 25+ അങ്ങോട്ട് എത്ര വേണമെങ്കിലും ആവാം, 1 വർഷം വരെ ആവാം. നിങ്ങളിപ്പോൾ കണ്ടുണ്ടാവും, ചിലപ്പോൾ ഗവൺമെന്റിൽ നിന്ന് ആളുകൾ പാട്ടത്തിന് ഈ ലാൻഡ് എടുക്കുന്നുണ്ട് 100 വർഷത്തേക്ക് അല്ലെങ്കിൽ 120 വർഷത്തേക്കൊക്കെ നമ്മൾ എന്താ പറയുക അടങ്കലായിട്ട് ഇങ്ങനെ എടുക്കും. അതിനുള്ള പൈസ മാസം ഇയർലി ആണെങ്കിൽ വെച്ചാൽ കൊടുക്കും. 100 വർഷം ഓണർഷിപ്പ് ആയിരിക്കില്ല, 100 വർഷം കഴിയുമ്പോൾ ആണെങ്കിൽ 100 വർഷം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കണം, ഗവൺമെന്റ് തിരിച്ച് ടേക്ക് ഓവർ ചെയ്യും. അങ്ങനെ ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. ഇനി ഷോർട്ട് ടൈം ആകുമ്പോൾ അതിന്റെ റേറ്റ് ഫ്ലോട്ടിംഗ് റേറ്റ് ആയിരിക്കും, എപ്പോഴും ഒരേ റേറ്റ് ആയിരിക്കണം എന്നില്ല. നമ്മുടെ സ്റ്റോക്സിന്റെ ഒക്കെ വാല്യൂ പോലെ എപ്പോഴും ഫ്ലക്ച്വേഷൻ ഉള്ള റേറ്റുകളായിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷനെയും മാർക്കറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ആ റേറ്റിൽ എപ്പോഴും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ആ സമയത്ത് ലോങ് ടൈമിലാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും, ആദ്യമേ തന്നെ പറയും ഇത്ര റേറ്റ് അല്ലെങ്കിൽ ഇത്ര റിട്ടേൺസ് ഇത്ര രൂപയ്ക്ക് എന്ന രീതിയിൽ പറയാം, അല്ലെങ്കിൽ ഇത്ര ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയും. ലൈക്ക് എ ബാങ്ക്, നമുക്ക് എവിടെയായാലും ലൈക്ക് എ ലോൺ അല്ലെങ്കിൽ ലോൺ അല്ല ബോണ്ട്, അങ്ങനെ ബോണ്ട് ഷെയർ അല്ല ബോണ്ട്, ബാങ്ക് ലോൺസ് അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി ഷോർട്ട് ടൈം ഫിനാൻസിങ് ചെയ്യുന്നത് സപ്ലൈഡ് ബൈ ബാങ്ക്സ്, ബാങ്കുകൾ ചെയ്യാറുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ മറ്റു പലരും ചെയ്യാറുണ്ട്. ലോങ് ടൈം ഫിനാൻസിങ് ചെയ്യുന്നത് സപ്ലൈഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ആണ് നമുക്ക് അതിൽ ലോങ് ടൈം ഫിനാൻസിങ് വരുന്നത്. പിന്നെ ഇനി ഷോർട്ട് ടൈം പർപ്പസ് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് അതർ ഷോർട്ട് ടൈം നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഷോർട്ട് ടൈം ഫിനാൻസിങ് തന്നെ യൂസ് ചെയ്യുന്നത്. ലോങ് ടൈം നമ്മൾ യൂസ്ഡ് ഫോർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്സ്, ഇന്റേണൽ ബാലൻസ് ഷീറ്റ് റിസ്ക് മീൻസ് അങ്ങനെ പറയും. അതായത് ഇപ്പോൾ ഒരു കമ്പനി ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പർപ്പസ്, അതായത് ആ ക്യാഷ് നമ്മളൊരു 10 വർഷം 5 വർഷത്തിന് മുകളിലേക്കാണെങ്കിൽ അത്രയും കാലത്തേക്ക് നമ്മൾ അതിനെപ്പറ്റി വേറെ തിങ്കേണ്ട ആവശ്യമില്ല. അതിനെപ്പറ്റി നമ്മൾ വരിടാവുണ്ട്, 5-6 വർഷം കഴിയുമ്പോൾ അത് മെച്യൂരിറ്റി പീഡാകുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും. ആ സമയത്ത് ഷോർട്ട് ടൈം ആണെങ്കിൽ നമുക്കൊരു എപ്പോഴും ശ്രദ്ധ ഉണ്ടാവണം, അതിപ്പം അപ്പാണോ ഡൗൺ ആണോ, തകർന്നിരിക്കുകയാണോ, ഇനി ഫർദർ ഗ്രോത്ത് ആണോ, സെല് ചെയ്യണോ, ബൈ ചെയ്യണോ, കൂടുതൽ ബൈ ചെയ്യണം എന്നുള്ള നമ്മൾ അതിനെ പുറമെ നമ്മൾ ഇറങ്ങണം. ലൈക്ക് സ്റ്റോക്സ് മാർക്കറ്റ് പോലെ നമ്മൾ അതിനെ പുറമെ അല്പം കെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അതിൻ്റെ അകത്ത് ഫിനാൻഷ്യൽ ഡിസിഷൻ്റെ അകത്ത് വേറെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ വരുമ്പോഴത്തേക്ക് ഇനി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അലോക്കേഷൻ ഓഫ് ഫണ്ട് റൈസിംഗ് നമ്മുടെ കയ്യിലുള്ള അസറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത്, അസറ്റിനെ വെച്ചിട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ ഫണ്ട് ഇപ്പം ഒരാൾക്ക് ഒരു 3 കമ്പനിയുണ്ട്, ഒരാൾക്ക് 3 കമ്പനിയുണ്ട്. ആ 3 കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരെണ്ണം നല്ല പ്രോഫിറ്റബിൾ ആണ്, ഒരെണ്ണം പാർഷ്യലി പ്രോഫിറ്റബിൾ ആണ്, ഒരെണ്ണം വീക്കാണ്, അതിന് പ്രോഫിറ്റ് വളരെ കുറവാണ്. അപ്പോൾ പുള്ളിക്ക് സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും പുള്ളി ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ പുള്ളി ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ? ആദ്യം പറഞ്ഞ ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ട് കമ്പനിയാണ്. സെക്കൻഡ് എന്ന് പറയുന്നത്
പാർഷ്യലി പ്രോഫിറ്റബിൾ ആണ്, സംടൈംസ് പ്രോഫിറ്റബിൾ ആണ്, സംടൈംസ് ലോസ് ആണ്. എപ്പോഴും പ്രോഫിറ്റ് ആണെന്ന് പറയുന്നില്ല, എന്നാൽ എപ്പോഴും പ്രോഫിറ്റ് അല്ല എന്നും പറയുന്നില്ല, ഒരു പാർഷ്യൽ. എന്നാൽ ആദ്യത്തെ കമ്പനി ഹൈലി പ്രോഫിറ്റബിൾ ആണ്, ഒരു കാരണവശാലും അത് ലോസ് എന്നൊരു പാരാമീറ്റർ വരുന്നേയില്ല. എന്നാൽ തേർഡ് കമ്പനി നമ്മൾ ഏകദേശം പൊട്ടിപ്പൊളഞ്ഞ് ലോസ്റ്റ് ആണ്, ഇടയ്ക്കെങ്ങാനും പേരിനൊരു പ്രോഫിറ്റ് വന്നാലായി, അതുകൊണ്ട് മാത്രം അടയ്ക്കാതെ കൊണ്ടു നടക്കണം, പേര് ദോഷം കൊണ്ടു നടക്കണം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഓണറെ സംബന്ധിച്ചിടത്തോളം എവിടെ ഇൻവെസ്റ്റ് ചെയ്യും, എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും പുള്ളിക്ക് നല്ലത്? സ്വാഭാവികമായിട്ടും ഫസ്റ്റ് കമ്പനി, അതല്ലെങ്കിൽ സെക്കൻഡ് കമ്പനി. പ്രോഫിറ്റബിളി അല്പം തിങ്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സെക്കൻഡ് കമ്പനിയിലും ഫസ്റ്റ് കമ്പനിയിലും ഈക്വൽ ആയിട്ട് നമ്മളതിലെ വെയിറ്റേജ് ബേസ്ഡ് ഞാൻ പറയും. കാരണം ഫസ്റ്റ് കമ്പനി എന്തായാലും പ്രോഫിറ്റബിൾ ആണ്, അപ്പോൾ പൂർണ്ണമായും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ കുറച്ച് സെക്കൻഡ് കമ്പനി ഇടുക, ആ സെക്കൻഡ് കമ്പനിയെ ഫസ്റ്റ് കമ്പനിയെ പോലെ ആക്കി മാറ്റുക എന്നേ നോക്കുള്ളൂ. എന്നാൽ ഒരു രീതിയിലും രക്ഷപ്പെടാത്തൊരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കാശ് കളയാൻ അതിൽ മണ്ടരായിരിക്കില്ല. സ്വാഭാവികമായിട്ടും അത് അതിലേടെ ഫണ്ട് അല്ലെങ്കിൽ തിരിച്ചു പിടിച്ചിട്ട് ഈ രണ്ട് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് നോർമൽ ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ നമ്മളുടെ അസറ്റ്, കയ്യിലുള്ള അസറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഏതിലാണോ ബെറ്റർ ആയിട്ട് വരുന്നതെന്ന് നോക്കി അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ തന്നെ അതിൽ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ: ക്യാഷ് ഫ്ലോ ഓഫ് പ്രൊജക്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, നേച്ചർ ഓഫ് ദി ബിസിനസ്, ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസ്, സീസണൽ വേരിയേഷൻസ്, ക്രെഡിറ്റ് പോളിസി ആൻഡ് മാർക്കറ്റ് കോമ്പറ്റീഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് എന്താ പറയാ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോ ഓഫ് ദി പ്രൊജക്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, നേച്ചർ ഓഫ് ദി ബിസിനസ്, ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസ്, സീസണൽ വേരിയേഷൻസ്, ക്രെഡിറ്റ് പോളിസി ആൻഡ് മാർക്കറ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, 7 പാരാമീറ്റേഴ്സ് ഓർത്ത് വെച്ചേക്കണത്. ഞാൻ PPT അയച്ചു തരാം, ഒന്ന് എഴുതി വെച്ചേക്കണം. പിന്നെ ഇനി അതിനകത്ത് നോർമൽ എടുക്കുന്ന ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, അത് എടുക്കുന്ന ഡിസിഷൻ: അവൈലബിലിറ്റി ഓഫ് ഫണ്ട്, പ്രോപ്പർ സെലക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ, മെഷർമെന്റ് ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി പ്രൊപ്പോസൽസ്. അതായത് ഈ റിസ്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക് മാത്രമല്ല, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള റിസ്കുകളുണ്ട്. ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ റിസ്ക് ഉണ്ട്, സിസ്റ്റമാറ്റിക് റിസ്കുകളുണ്ട്, അങ്ങനെ കുറേ റിസ്കുകൾ പറയുന്നുണ്ട്. പിന്നെ അൺസർട്ടനിറ്റി ഒരു വലിയ ഫാക്ടറാണ്. നാളെ എന്ത് സംഭവിക്കും കമ്പനിക്കൊന്നും നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ അൺസർട്ടനിറ്റി ആണ് നമ്മളുടെ ഈ പറയുന്ന കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ ഈ അൺസർട്ടനിറ്റിയെ നമ്മൾ പോസിറ്റീവായിട്ട് അഡോപ്റ്റ് ചെയ്ത് പോസിറ്റീവ് പ്രോഫിറ്റ് ഉണ്ടാക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ കോവിഡ് ഒക്കെ വന്ന സമയത്തില്ലേ, ഓർമ്മ ഉണ്ടാവും, കോവിഡ് ടൈമിൽ മൊത്തം എല്ലാ മാർക്കറ്റിലും ഡൗൺ ആയി. എന്ത് ചെയ്യണമെന്ന് ആളുകൾക്ക് അറിയാൻ പറ്റാതെ, കാരണം ഇത് ആദ്യമായിട്ട് വരികയാണ്. ഇനിയിപ്പോൾ ഒരു കോവിഡ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്കതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്, ഇല്ലേ? നിങ്ങൾക്കറിയത്തില്ല ഒരു കോവിഡ് വന്നു കഴിഞ്ഞാൽ ഇനി ഒരു കോവിഡ് വന്നാൽ നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ അതനുസരിച്ച് വെൽ പ്രിപ്പയർഡ് ആവും. ആ സമയത്ത് ആദ്യത്തെ കോവിഡ് വന്നപ്പോൾ നമുക്ക് അറിയത്തില്ല എന്തോ ചെയ്യണം എന്നുള്ളത്. എല്ലാവരും ആദ്യമായിട്ടാണ് ലോക്ക്ഡൗൺ എന്നൊരു സാധനം കേൾക്കുന്നത്. TV-യിലൂടെ ലോക്ക്ഡൗൺ എന്താന്ന് പറഞ്ഞാൽ വാട്സാപ്പ് വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ അറിഞ്ഞപ്പോഴാണ് എന്താണ് ലോക്ക്ഡൗൺ, എങ്ങനെയാണ് ലോക്ക്ഡൗൺ, അതിന്റെ സിവിയറിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വഴിയാണ് മനസ്സിലാക്കിയത്. ഞാനും നിങ്ങളോടൊക്കെ എല്ലാവരും, എൻ്റെ പേരൻസ് ആയാലും നിങ്ങളുടെ പേരൻസ് ആയാലും നമ്മുടെ അയൽക്കാരായാലും എല്ലാവരും അറിഞ്ഞത് ആ ഒരു എന്താ പറയാ ആ ഒരു പുതിയ ഒരു അനുഭവമായിരുന്നു. അപ്പൊ നമുക്ക് ആ അനുഭവത്തിൽ നിന്ന് എങ്ങനെ ഉൾക്കൊള്ളാം, മീൻസ് അതിന് എന്ത് പ്രോഫിറ്റബിൾ ആക്കാം എന്ന് ആലോചിച്ചപ്പോൾ ആൾക്കാർക്ക് അതിനും പെട്ടെന്ന് കത്തിയില്ല. ആ സമയത്ത് കുറെ കമ്പനി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ മാസ്ക് പ്രൊഡക്ഷൻ തുടങ്ങി. അതിന് മുന്നേ സർജിക്കൽ മാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ ഡിസ്പോസിബിൾ മാസ്കുകൾ ഉണ്ടായിരുന്നു. അത് ഈ ഹോസ്പിറ്റൽ ഡോക്ടർമാരോ ഒരു പ്രൊസീജിയറും ഇതിനിടയ്ക്ക് മാത്രമൊക്കെയാണ് വിറ്റിരുന്നത്. അതിന് മുന്നേ അങ്ങനെ വേറെ ആളുകൾ, പിന്നെ ഈ പൊടി അലർജി ഉള്ള ഒരു ആസ്മെറ്റിക് ആയിട്ടുള്ള ആളുകൾ കുറച്ച് പേരൊക്കെ ഈ പറഞ്ഞ മാസ്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആയിരുന്നു. പിന്നീട് ആ സാധനം നമ്മുടെ സാധാ മാർക്കറ്റിലെ എല്ലാ ഷോപ്പുകളിലേക്കും സ്പ്രെഡ് ആയെങ്കിൽ മലിക്കുക, അതിനുണ്ടായ ഗ്രോത്ത്, ആളുകൾ സമയോചിതമായി ആ കമ്പനിയുടെ മീൻസ് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ എങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന പ്രോപ്പർ നോളജോടുകൂടി അവർ ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴാണ് ആ പറഞ്ഞ മാസ്ക് ഒരു ഹ്യൂജ് സക്സസ് ആയത്. മാസ്ക് മാത്രമല്ല, മാസ്കിൻ്റെ കൂടെ തന്നെ സാനിറ്റൈസർ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലത്തെ ഈ മീൻസ് ലോക്ക്ഡൗൺ നമുക്ക് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും ആ ഒരു പറഞ്ഞ ടൈമിൽ അവർ പ്രൊവൈഡ് ചെയ്തു. അത് വലിയ ഫേവറബിൾ ആയിരുന്നു. പിന്നെ
ഫുഡ് ഡെലിവറീസ് കാര്യങ്ങളൊക്കെ. കാരണം ഡെലിവറി ഒക്കെ ഭയങ്കര ഫുഡ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഒരു നല്ല രീതിയിൽ കൂടിയത് ആ ഒരു സമയത്താണ്. പ്രതീക്ഷിക്കാത്ത ആളുകൾ എല്ലാവരും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ കൂടുതൽ പ്രോഫിറ്റ്. ചില ആളുകൾ മാത്രം, ഒരുപാട് കമ്പനികൾ കൂട്ടിപ്പോയി. നമ്മളെ സത്യം മനസ്സിലാക്കണം. പക്ഷെ ആ കൂട്ടിപ്പോയതിന്റെ ഇടയ്ക്കും ചില കമ്പനികൾ പുതുതായിട്ട് കിളിച്ചു വന്നു, അത് പൂത്ത് തകർത്ത് വലിയ സംരംഭങ്ങളായി മാറിയിട്ടുണ്ട്. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ബിസിനസ് മാറ്റാൻ കഴിവുള്ളതാണ് ഒരു യഥാർത്ഥ ബിസിനസ്സുകാരൻ. മീൻസ് എല്ലാവരും ബിസിനസ്സുകാരാണ്, ഒരു ബ്രില്യൻ്റ് ആയ ഒരു വൈസ് ആയിട്ടുള്ള ബിസിനസ്സുകാരൻ. ഓക്കെ, അപ്പോ ഇന്ന് കഴിഞ്ഞില്ല. ഞാൻ ആ PPT അയച്ചു തരാം. അത് നിങ്ങളത് നോക്കിയിട്ട് ഒരു ഫൈനാൻഷ്യൽ ഡിസിഷനെ പറ്റി ഒരു നോട്ട് എഴുതി വെക്കണം. കാര്യം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, മീൻസ് പകുതി പഠിപ്പിക്കുക പകുതി വർക്ക് ചെയ്യിക്കുക, അങ്ങനെയാണോ പോകുന്നത്? അതോ ഫുള്ള് പഠിപ്പിക്കുന്നുണ്ടോ? എങ്ങനെ നിങ്ങൾ എടുക്കുക നോർമല്? മെജോറിറ്റി ആളുകൾ എങ്ങനെ? പഠിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് അസൈൻമെന്റ് ചെയ്തു വെച്ചാ കേട്ടാ, പഠിപ്പിക്കണ്ടെന്ന് വിചാരിച്ച അസൈൻമെന്റ് ചെയ്തു. അല്ല, നമ്മളോട് ഇപ്പൊ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ ക്ലാസ് എടുക്കുക, ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വർക്ക് കൊടുക്കുക, അതിന് ആ വർക്ക് പ്രൂഫായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. കാരണം ഞങ്ങൾക്ക് അത് ഓഡിറ്റബിൾ ആയിട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങളോട്. അപ്പൊ മിക്കവാറും എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം ക്ലാസ് എടുക്കുന്നത്, എനിക്കറിയില്ല. എനിവേ, അപ്പം ഞാൻ ആ PPT അയച്ചു തരാം. ഞാൻ എന്താ പറയാ പ്രാപ്തികൾ അയച്ചു കൊടുക്കാം. അതിനുശേഷം നിങ്ങളത് നോക്കിയിട്ട് എഴുതാം. ഇനി അതിന്റെ കൂടെ തന്നെ നമുക്ക് കഴിഞ്ഞില്ല, എന്നെ വേറൊരു ടോപ്പിക് കൂടി എനിക്ക് എടുക്കാനുണ്ട്. ടോപ്പിക് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമ്മൾ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നൊരു സെക്ടർ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ അല്ലേ? അതിൻ്റെ അകത്ത് 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഷെയർ ചെയ്താൽ കാണാൻ പറ്റത്തില്ലേ? കാണാൻ പറ്റുന്നുണ്ട്? പെർമിഷൻ ടു ഷെയർ ദിസ് എന്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്? കാണാൻ പറ്റുന്നില്ലേ മക്കളെ? Yes, sir. ഓക്കെ, ഈ സാധനം ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് കണക്റ്റഡ് വിത്ത് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഉണ്ട്, പിന്നെ ഡിവിഡൻഡ് ഡിസിഷൻസ് ഉണ്ട്. ഇതിന്റെ അകത്ത് അവര് മറ്റേ വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റി പറയുന്നില്ല, പക്ഷെ അത് റിലേറ്റഡ് ആണ്. ആ പേജ് കാണുന്നില്ല. കേട്ടില്ല? ആ പേജ് നമുക്ക് കാണുന്നില്ല. ഏത് പേജ്? ഇപ്പൊ കാണുന്ന പേജാ? അതെ, ഇത് നമ്മളുടെ സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. അതായത് വീഡിയോ ചാറ്റിന്റെ സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. പോടാ, അയ്യോ. ഒരു കാര്യം, ഞാൻ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരാം. സ്ക്രീൻ മാത്രം ഉണ്ടെന്ന കാര്യം. കുഴപ്പമില്ല, ഞാനത് പറയാം. ഇതിനകത്ത് നമുക്ക് ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റുമോ? മീറ്റ് വഴി
ഇല്ലല്ലോ, ചാറ്റ് വിഷയം അറിയാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ എന്തായാലും അതിന്റെ ഡിസിഷൻസ് എന്താണെന്ന് പറയാം. മീൻസ് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഞാൻ പറയാം. അയച്ചു തരാം. ഓക്കെ, ഞാനത് പാർത്ഥിവന് അയച്ചു കൊടുക്കുന്നുണ്ട്. പാർത്ഥിവ് ഗ്രൂപ്പിലുണ്ട് അവർക്ക്. പാർത്ഥിവ് അത് ഗ്രൂപ്പിലോട്ട് നിങ്ങൾ പറയാം. അതിനൊക്കെ ഒരു ഇമേജ് അയച്ചിട്ടുണ്ട്, കിട്ടായിരുന്നോ? ഇമേജ് കിട്ടിയോടാ? ഇല്ല സർ, വന്നില്ല. ഇവിടുന്ന് പോയ ഡബിൾ ടിക്ക് ഒക്കെ വേണല്ലോ. യെസ്, വന്നു. ഓക്കെ, അത് ഞാൻ മറ്റൊന്നാർക്കുന്നു, നമ്മളെ പിള്ളേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. ഓക്കെ, നിങ്ങളത് കണ്ടിട്ടുണ്ടോന്ന് വിശ്വസിക്കുന്നു. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇത്രയുമായി നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കണക്റ്റഡ് ആണ്. അത് അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾ റിസ്ക് ആൻഡ് റിട്ടേൺ റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യുന്നത്. റിസ്കിന് എപ്പോഴും റിസ്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിട്ടേൺ എന്നാണ് പറയുന്നത്. കാരണം റിസ്കിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റിട്ടേൺസ് കിട്ടും. ഇപ്പോൾ ലോ റിസ്ക് ആണ്, ചിലപ്പോൾ റിട്ടേൺസ് നമ്മൾ വളരെ കുറവായിരിക്കും. ഹൈ റിസ്ക് ആണ്, റിട്ടേൺസ് വളരെ കൂടുതലായിരിക്കും. ബട്ട് ആലോചിക്കുക, എപ്പോഴും റിസ്ക് കൂടുതലാണെങ്കിൽ റിട്ടേൺസ് കൂടുതലായിരിക്കും, ബട്ട് റിസ്ക് അതുപോലെ കൂടുതലായിരിക്കും കേട്ടോ. കയ്യിരിക്കുന്ന മൊത്തം പോകാനും ഇരട്ടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ റിസ്ക് കുറവാണെങ്കിൽ കൊടുത്താൽ അതേപോലെ കിട്ടും. ഇപ്പൊ 50,000 കൊടുത്ത് 50,000 കിട്ടുകയാണെങ്കിൽ റിസ്ക് വളരെ കുറവാണെന്ന് വേണം പറയാൻ പറ്റും. ആ സമയത്ത് 50,000 കൊടുത്തിട്ട് 5 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ 10 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഹൈ റിസ്കി പ്രോസസ്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കയ്യിൽ 50,000. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും റിസ്ക് ലെവൽസ് കൂടിയതായിട്ട് കളിക്കുന്നത് പറയുന്നത്. ബട്ട് ഷോർട്ട് ടൈം ആയിട്ടുള്ള എല്ലാ റിസ്ക് ലെവൽസും വളരെ കൂടുതലാണ്, കൂടുതൽ പ്രോഫിറ്റബിൾ ആയിരിക്കും, അറിഞ്ഞതാണ്. അപ്പോൾ റിസ്ക് വേഴ്സസ് റിലേഷൻഷിപ്പ് റിട്ടേൺസ് റിലേഷൻഷിപ്പ് പറയുന്നത് ടു അച്ചീവ് ദി ഗോൾ ഓഫ് ബേസിക്കലി നമുക്ക് 2 ഗോൾ ഉള്ളത്. ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, 2 വെൽത്ത് മാക്സിമൈസേഷൻ. ഓക്കെ, ഇനി അടുത്ത ഒരു ഹെഡിങ് പോലെ ഞാനൊന്ന് പറഞ്ഞേക്കാം എന്തൊക്കെയാണെന്ന്. അതിനുശേഷം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണം എന്നില്ല. ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒരു 8ഓളം ഫങ്ഷൻസ് ഉണ്ട്. അത് ജസ്റ്റ് കേട്ടാൽ മതി, അതെന്തെങ്കിലും എഴുതാൻ സാധനം. ഫസ്റ്റ് വൺ, എസ്റ്റിമേറ്റിംഗ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ്. ഫസ്റ്റ് വൺ, എസ്റ്റിമേറ്റിംഗ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ്. സെക്കൻഡ് വൺ, deciding capital structure. Third one, selecting a source of finance. Fourth one, selecting a pattern of investment. Fifth one, proper cash management. Sixth one, implementation of financial control. Then use of various control techniques and last proper use of the surplus. കൂടുതലും അത് ഉപയോഗിച്ചിട്ട് ബാലൻസ് നടത്തുന്ന പരിപാടിയാണ് പ്രോപ്പർ യൂസ് ഓഫ് സർപ്ലസ്. ഞാനതൊന്നുകൂടെ വായിക്കാം. ഫസ്റ്റ് വൺ, എസ്റ്റിമേറ്റിംഗ് ദി ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ്. സെക്കൻഡ് വൺ, ഡിസൈനിങ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. തേർഡ് വൺ, സ്ട്രക്ചർ എ സോഴ്സ് ഓഫ് ഫിനാൻസ്. ഫോർത്ത് വൺ, സെലക്ടിംഗ് എ പാറ്റേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഫിഫ്ത് വൺ, proper cash management. Sixth one, implementing financial control. Seventh one, use of various control techniques. Eighth, proper use of surplus. Okay. അപ്പൊ ആ കാര്യങ്ങളൊന്ന് നോക്കിയിരിക്കുക.
പിന്നെ നമുക്ക് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. അതും എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടോപ്പിക്സ് കൂടി തന്നെ വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ റൈറ്റ് ഡൗൺ ദി ക്വസ്റ്റ്യൻ. Okay, just write down the question. പറയട്ടെ? Write a detailed note. Just write a detailed study on. Write a detailed study on financial decisions. Write a detailed study on financial decisions. Write a detailed study of financial decisions. അതിനുശേഷം second question. Write any 8 functions of financial management. 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 8 ഫങ്ഷൻസേ ഉള്ളൂ. ആ 8 എഴുതണം. അതിനു വേണ്ടിയാണ് ഞാൻ റൈറ്റ് ഇനി 8 എന്നാക്കിയത് കേട്ടോ. അപ്പോ PPT ഞാൻ അയച്ചു തരണോ? പാർത്ഥിവ PPT അയച്ചു തരണോ? എന്റെ മെയിൽ ഐ ഡി എന്ന് പറഞ്ഞേ പാർത്ഥിവ് PJ. പാർത്ഥിവ് PJ? അതെ പാർത്ഥിവ് ജയപ്രസാദിന്റെ പാർത്ഥിവ്. സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ PARTHI. സർ ഞാൻ മെസ്സേജ് ബോക്സ് ഇടാം. ബോക്സ് 61 പേരുണ്ടല്ലോ. ഈ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ടല്ലോ എല്ലാവരും. എടാ, ഈ അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണൽ ആരും മെസ്സേജ് അയക്കുന്നത് കുറെ പേര് പേഴ്സണൽ അയക്കുന്നുണ്ട്. അത് വേണം ഇത് വേണം. ഞാൻ എവിടെ എടുത്തതാണ് അറ്റൻഡൻസ് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ പറയണം. അത് കഴിഞ്ഞിട്ട് സാർ മൈക്ക് ഓഫ് ആയിരുന്നു. ഇത് അന്നേരം ആരും പറയത്തില്ലല്ലോ. പിന്നെ കുറെ കഴിയുമ്പോൾ എന്നല്ലേ മൈക്ക് ഓഫ് ആയി ഓണാക്കി അറിയുന്നത്. സാർ അറ്റൻഡൻസ് ഇല്ലാന്ന് പറഞ്ഞ കാര്യത്തിന് നിലവിൽ ഫിനാൻഷ്യൽ കൺട്രോൾ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ റേഷ്യോ, ഫിനാൻഷ്യൽ ഡിസിഷൻസ് വെച്ച് അറ്റൻഡൻസ് നമ്പർ 1 അത് ടൈപ്പ് ചെയ്ത് നമ്പർ 1 ടൈപ്പ് ചെയ്ത് ഓർഡറിൽ ടൈപ്പ് ചെയ്യടാ. നിർത്ത്. ഒരു വട്ടാണ് ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ. ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ റോൾ നമ്പർ 2, നമ്പർ 4, 5, റോൾ നമ്പർ 5 ഇവിടെ 5, 7, 8 കിട്ടി. റോൾ നമ്പർ 9 മതി ടൈപ്പ് ചെയ്ത്. റോൾ നമ്പർ 9, റോൾ നമ്പർ 10, റോൾ നമ്പർ 10 absent. Roll number 11.
12, 13, 14. 14 ഇല്ല, 15, 16. 15, 16, 17, 18, 19, 20. എന്റെ മാസം എത്ര ഒപ്പറാളം വന്നത്? 21, 22, 23, 24, 25, 26, 27, 28, 28. Okay, 30, 32, 33, 34, 35, 36, 37, 38, 39, 39, 40, 41, 42, 43, 41, 42, 45, 45, 46, 45, 48, 49, 49, 48, 49, 50. 49 ഇല്ല. 50, 51, 50, 50, 51, 56, 57, 58, 59, 60, 61, 56 വന്നു. ഇവിടെ പ്രണവേ സാർ ഹലോ. ശരി ശരി ശരി. 62, 62, 63, 64, 65, 66, 67, 68, 69, 69, 70, 71, 72, 73, 74. Okay. അപ്പൊ absent is roll number 10, 14, 28, 39, 41, 42, 45, 48, 49, 41, 42, 45, 48, 49, 62, 67 and 69. സർ 49 ഹോസ്പിറ്റലിലാണ്. ആരാ? നവ്യ. അവർക്ക് അയ്യോ പിടിക്കാൻ പോയോ? ഈ 49 മെഡിക്കൽ കേസ് അല്ലേ, അവർക്ക് പിന്നെ കൊടുക്കത്തില്ലേ അറ്റൻഡൻസ്? എല്ലാം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? അറ്റൻഡൻസ് കാര്യം ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല, അവരെ കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. മെഡിക്കൽ ആക്കുമെന്നാണോ അതിന് അറ്റൻഡൻസ് കൊടുക്കുമെന്നാണോ പറഞ്ഞത്? കുഴപ്പമില്ല. ഞാൻ ET ലാബിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഇന്ന് 12 മണി രാത്രിയിൽ ചെയ്തേക്കണേ. എഴുതി വെച്ചേക്കണേ 2 ക്വസ്റ്റ്യൻ കേട്ടോ. 2 ക്വസ്റ്റ്യൻ രണ്ടായിട്ട് വെക്കുന്നോ ഒന്നായിട്ട് വെക്കുന്നോ? ഞാനൊരു കാര്യം ചെയ്യാം, ഒരു സെക്കൻഡ്. ഞാൻ ET ലാബിൽ ഇപ്പൊ തന്നെ ലൈവായിട്ട് അങ്ങ് പറഞ്ഞേക്കാം. ET ലാബ് അല്ലേ? എത്ര അസൈൻമെന്റ്? 3 അസൈൻമെന്റിലേ തന്നിട്ടുള്ളൂ. അസൈൻമെന്റ് 20 ഫിനാൻഷ്യൽ റേഷ്യോ ആണല്ലേ? എടാ അസൈൻമെന്റ് 21 എന്ന് പറയണത് നിങ്ങളുടെ നമ്മുടെ 22 ആണ് ഫിനാൻഷ്യൽ ഡിസിഷൻ കേട്ടോ. ഫിനാൻഷ്യൽ ഡിസിഷൻ, ഫിനാൻഷ്യൽ ഷോർട്ട് എടുക്കാം. ഫിനാൻഷ്യൽ ഡിസിഷൻ അത് ഇന്നത്തെ ദിവസം
3-ാം തീയതി ലാസ്റ്റ് വരാം സമയം എടുക്കട്ടെ. 21 ഇല്ല, 21. പിന്നെ 21 എന്ന് പറയണത് നമ്മളതിൻ്റെ ഇടയ്ക്ക് വേറെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നില്ലേ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഞാൻ അതിന്റെ ഡേറ്റ് ഒരു പഴയ ഡേറ്റ് ഇടുവാണേ, കാരണം കഴിഞ്ഞ മാസമായിരുന്നു നമ്മളത് വെക്കേണ്ടത്. കഴിഞ്ഞ 24-ാം തീയതി ഇട്ടേക്കാം കേട്ടോ. സബ്മിറ്റ് ആണ് ഇന്നത്തെ ദിവസം സബ്മിറ്റ് ചെയ്തത്, കുഴപ്പമില്ല. ലാസ്റ്റ് ഡേറ്റ് നമുക്ക് ഇന്നത്തെ ദിവസം വൈകുന്നേരം തന്നെ അത് ഇടാം. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സെക്ഷൻ പറഞ്ഞിട്ടാകുന്നത് 62 പേർക്കാണ് അത് വെക്കാൻ തോന്നിയത്. കുഴപ്പമില്ല. എടാ, ആദ്യത്തെ ക്ലാസ് വർക്ക് അസൈൻമെന്റ് FR ഒരു ഫിനാൻഷ്യൽ റേഷ്യോ 62 പേര് ചെയ്ത് വെച്ചോളല്ലോ, ബാക്കിയുള്ളവർക്ക് വേണ്ടേ? കുഴപ്പമില്ല. എനിക്ക് അറ്റൻഡൻസ് പറഞ്ഞവരെല്ലാം പറ്റും. അറ്റൻഡൻസ് പറഞ്ഞ് ഞാൻ പറയുന്നതിന് മുന്നേ എല്ലാവരും പോയല്ലോ. അസൈൻമെന്റ് ചെയ്ത് വെക്കിട്ടോ.